വെൽക്കം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കസിൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും സ്ഥലത്തേക്ക് പോയ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും ഒന്നും ജീവിച്ചിരിപ്പില്ല, അവരെല്ലാം മരിച്ചുപോയി. പക്ഷേ അമ്മയുടെ സഹോദരിമാരും സഹോദരനും ഒക്കെ ഈ ഒരു സ്ഥലത്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഈ കുളത്തിലൊന്ന് പോയി കുളിക്കാം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2-3 കുളങ്ങളും പിന്നെ ചാനലും ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ സമ്മർ വെക്കേഷനൊക്കെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പ്രാവശ്യം കുളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. ആദ്യം ഞങ്ങൾ ചാനലിലേക്കാണ് പോയത്, അവിടെ കുളിക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ ചാനലിൽ എത്തിയപ്പോഴാണ് അവിടെ വെറും ചെളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെള്ളമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു വേനൽക്കാലമായതുകൊണ്ടായിരിക്കാം വെള്ളമൊന്നും ഇല്ലാത്തത്. അങ്ങനെ അപ്പുറത്തെ വശത്തു കൂടെ എൻ്റെ കസിനെല്ലാം പോയിട്ട് അവർ വന്ന് പറയാണ് വെള്ളമില്ലയെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് കുളത്തിലേക്ക് തന്നെ പോയി കുളിക്കാനായിട്ട്. അപ്പോൾ കുളത്തിലിപ്പോൾ ഇവിടെ മത്സ്യകൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി. അച്ഛനും ഐശുവിനും ഒക്കെ കുളത്തിൽ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ല അച്ഛൻ തൊഴി ഓടിയത്. അത് പക്ഷേ അച്ഛനും ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, ഒരു 3-4 മാസം. അത് എനിക്ക് തോന്നുന്നു ഡിസംബർ മാസത്തിൽ ഞങ്ങളിവിടെ വന്ന് ഒരു പ്രാവശ്യം ആദ്യമായിട്ടാണ് അന്ന് അവരെ കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് ഇവിടെ വന്ന് ഞങ്ങൾ കുളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു വന്നത്. പക്ഷേ ഇപ്പം എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ പിള്ളേർ സെറ്റൊക്കെ ആദ്യം തന്നെ ഇറങ്ങി. അപ്പോഴാണ് അവിടെ ഈ മൂടില്ലാത്താളി എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, അത് കണ്ടില്ലേ? ഇതൊരു എന്താ പറയുക, നാര് പോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയാണ് പറഞ്ഞത് ഇതാണ് മൂടില്ലാത്താളി. ഇതിൻ്റെ ബെനിഫിറ്റ് യൂസൊന്നും എനിക്കറിയില്ല, ഇതൊന്നും മെഡിസിനൽ പ്ലാന്റോ മറ്റോ ആണ്. അപ്പോൾ അത് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ സമയം ആർക്കും കുളത്തിൽ നിന്ന് തിരിച്ച് കയറാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കുളത്തിൽ. അപ്പോൾ ഇനി മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി അവിടെ കുളിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നല്ല രസമായിരുന്നു. ആച്ചു ഐശുവൊക്കെ പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ചു കയറുന്നതേ ഉണ്ടായിരുന്നില്ല, എല്ലാവരും കൂടെ വെള്ളത്തിൽ നിന്ന് കളിയായിരുന്നു. ഇനി മാങ്ങയൊക്കെ മുറിച്ചിട്ട് ഞങ്ങൾ മുളകും ഉപ്പൊക്കെ ചേർത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊരു നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ മാങ്ങയും ചക്കയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പറിച്ച മാങ്ങയാണിത്. ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നു. ഞങ്ങൾ മാങ്ങ അപ്പോഴും തന്നെ പറിച്ച് മുറിച്ചിട്ടൊക്കെ എടുത്തിട്ട് പോയി. ചൂട് സമയത്ത് ഈ ഒരു കുളിയും ഈ ഒരു കസിൻസും ഒക്കെ ആയിട്ട് പോയത് ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. ഈ പൊങ്ങിക്കിടക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് കാണാം. എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും കാണാം. ബൈ.